ഇപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഈ അരിമ്പടച്ചിൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ചൂട് കൂടിയ സമയത്ത് ഇത് വ്യാപകമായിട്ട് തന്നെ എല്ലാ തോട്ടത്തിലുണ്ടായിരുന്നു ഈ അരിമ്പടച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ മഴ വരുമ്പോഴത്തേക്ക് ഇത് ശരിയാകും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പല തോട്ടങ്ങളിലും നമ്മുടെ ഈ അരിമ്പ് അടഞ്ഞു നിൽക്കുകയും അതുപോലെ തന്നെ കുത്തുകൾ ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് നമ്മുടെ വേരിൻ്റെ കേടാണ്, വേര് ചീച്ചിൽ, അതൊരു വലിയ കാരണമാണ്. അതുകൂടെ തന്നെ നമ്മുടെ ഈ ഒച്ചുകളുടെ ശല്യം അതും ഈ അരിമ്പിങ്ങനെ അടഞ്ഞു നിൽക്കാനുള്ള ചാൻസുകൾ കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കർ ചേർത്തുള്ള പശകൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അതും ഈ അരിമ്പടച്ചിലിനെ ലീഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഡോസിൽ ഫംഗിസൈഡുകൾ, ഇപ്പം ഹെവി മെറ്റൽസ് അടങ്ങിയിരിക്കുന്ന ഫംഗിസൈഡുകളൊക്കെ സ്പ്രേ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ അരിമ്പടച്ചിൽ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ കാണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെറ്റാവാതെ വരാനുള്ള കാര്യങ്ങൾ ഭയങ്കര കൂടുതലാണ്. നമുക്കിതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ശരമൊക്കെ തെളിയാൻ വേണ്ടി നമുക്ക് വാലഡാമേഷൻ ഒരു 300 ml വെച്ച് 200 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് നമുക്ക് തെളിച്ചം കിട്ടും. അതുപോലെ നമ്മുടെ കസുക്കാമൈസിൻ അതൊക്കെ നമുക്ക് സ്പ്രേയിങ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ടാക്മൈസിൻ ചൂട് സമയത്ത് നമ്മൾ ടാക്മൈസിൻ കുറേ സ്പ്രേ ചെയ്തിരുന്നു. അതും നമുക്ക് ശരം ഒരു പരിധി വരെ തെളിയാൻ നമുക്ക് നല്ലതായിരിക്കും. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേര് ക്ലിയർ ആക്കുക. വേര് പ്രോപ്പറായിട്ട് വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി നമുക്ക് സെറ്റ് ആവാനുള്ള സാധ്യത കൂടും.